ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയുവാൻ സാധിച്ചത് ഒരുപാട് ബുക്സുകളും അതുപോലെ തന്നെ ഒരുപാട് ഇൻ്റർനെറ്റ് സെർച്ചുകളും ഒരുപാട് ഇതിൻ്റെ പിന്നിൽ എൻ്റെ പ്രയത്നങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ എന്നെ ഒരുപാട് സഹായിച്ച ഒരു പുസ്തകമാണിത്. ഇതിൻ്റെ അകത്ത് കൃത്യമായ കുറേ അധികം കാര്യങ്ങൾ, രഹസ്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ, നിങ്ങൾക്ക് അറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകം അതിനു വേണ്ടിയിട്ട് അവന് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ മേഖല എന്ന് പറയുന്നത് അതർ റിലീജിയസ് ഒബ്ജക്ട്സ് ആണ്. അതായത് നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള 2-3 മതങ്ങളെന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റി, ഹിന്ദുയിസം ആൻഡ് ഇസ്ലാം. ഈ 3 മതങ്ങളാണ് ഏറ്റവും അധികം പ്രചാരത്തിലുള്ളത്. എന്നാൽ ഇത് കൂടാതെ പല മതങ്ങൾ വേറെയുമുണ്ട്. സിഖ് മതമുണ്ട്, അതുകൂടാതെ തന്നെ ബുദ്ധമതമുണ്ട്, ജൈനമതമുണ്ട്, പാഴ്സിയുണ്ട്. അങ്ങനെ പല മതങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പ്രചാരത്തിലുണ്ട്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ, ആസ്പെൽ നമ്മൾ ബൈബിൾ ഫോളോ ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണ്. ദൈവത്തിൽ നിന്നുള്ള നമുക്ക് അതിൽ നിന്നുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് കൃത്യമായി ലഭിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്കിതിനെക്കുറിച്ച് കൃത്യമായൊരു വ്യക്തമായൊരു നിലപാടുണ്ട്. എനിക്ക് മറ്റൊരു മതത്തിലോ അല്ലെങ്കിൽ മറ്റൊരു ദൈവങ്ങളിലോ അതെനിക്ക് കൃത്യമായി അറിയാം. ദൈവം ആരാണ്, ദൈവം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് തിരഞ്ഞെടുത്ത് കൃത്യമായിട്ട് എനിക്ക് അതിനെക്കുറിച്ചുള്ള ബോധ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് ബൈബിൾ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ തീരുമാനത്തിലെത്തിച്ചേർന്ന അത്തരത്തിൽ ദൈവം നിങ്ങളെ കൃത്യമായി ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതർ റിലീജിയസ് ആയിട്ടുള്ള ഏതെങ്കിലും രൂപങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ ഭരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുക. അതർ റിലീജിയസിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെന്ന് പറയുന്നത്, ചില രൂപങ്ങളെന്ന് പറയുന്നത്, ഇപ്പോൾ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് അവരുടെ രൂപങ്ങളൊന്നും തന്നെയും നമ്മൾ ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഭവനങ്ങളിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അത് എല്ലാ മതങ്ങളും അവരുടേതായ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നു എന്ന് പറയുന്നത് പോലെ ക്രിസ്ത്യാനിറ്റിയിൽ നമ്മൾ അങ്ങനെ തന്നെ കരുതിയാൽ അവർക്കും ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ആസ് പെർ ക്ലിയർ ക്രിസ്ത്യൻ നമ്മൾ ഒരിക്കലും നമ്മളുടെ ഭവനങ്ങളിൽ വിജാതീയ വിഗ്രഹങ്ങൾ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. ഏറ്റവും പ്രധാനമായിട്ട് ഹിന്ദുയിസത്തിലുള്ള അവരുടെ ദൈവങ്ങളുടെ, അവർ പറയുന്ന അവരുടെ ദൈവങ്ങളുടെ ഒരു രൂപങ്ങളോ നമ്മളുടെ ഭവനങ്ങളിൽ കയറ്റുകയോ അതൊരു ഷോയ്ക്ക് വേണ്ടിയിട്ട് പോലും നമ്മളുടെ ഭവനങ്ങളിൽ വയ്ക്കരുത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബുദ്ധവിശ്വാസപ്രകാരമുള്ള ശ്രീ ബുദ്ധൻ്റെ പ്രതിമയോ രൂപമോ ഒരിക്കലും നമ്മളുടെ ക്രിസ്തീയ ഭവനങ്ങളിൽ വയ്ക്കുന്നത് പാടുള്ളതല്ല. സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടിയിട്ട് ചില ആളുകൾ ഭവനങ്ങളിൽ കുബേരൻ്റെ പ്രതിമ വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. അതും തെറ്റാണ്. കാരണം ആരിലാണ് നിങ്ങളുടെ വിശ്വാസം? ദൈവത്തിലാണ് നിങ്ങളുടെ വിശ്വാസം, അല്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് നൽകും എന്ന് നിങ്ങൾക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും കുബേരനെ ആശ്രയിക്കേണ്ട കാര്യമില്ല. കുബേരനിൽ നിങ്ങൾ ആശ്രയിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരേ സമയം മാമോനെയും ദൈവത്തെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തുവാൻ സാധിക്കില്ല. ഒന്നെങ്കിൽ നിങ്ങൾ ദൈവത്തിനോടൊപ്പം ഒരു പാനപാത്രത്തിൽ പങ്കുചേരുക, അല്ലെങ്കിൽ നിങ്ങൾ പിശാചിനൊപ്പം പോവുക. ഇത്തരത്തിൽ നിങ്ങൾ കുബേരൻ്റെ കൂടെ പോയിട്ട് കുബേരൻ പൈസ തരും അല്ലെങ്കിൽ സമ്പത്തുണ്ടാക്കും എന്ന് കരുതിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പിശാച് കൈവച്ച് കഴിഞ്ഞു. കുബേര വിശ്വാസപ്രകാരം നിങ്ങൾ പോകണമെന്ന് നിങ്ങൾ ആരെയാണ് ഫോളോ ചെയ്യുന്നത്? ദൈവത്തിലല്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സ്ഥാനം കൈയടക്കി ഇരിച്ചിരിക്കുന്നത് പിശാച് തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഓൾറെഡി പിശാച് കൈവച്ച് കഴിഞ്ഞു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അമേരിക്കൻ റിലീജിയസ് ആയിട്ടുള്ള ഒരുപാട് തെറ്റായ, അതായത് ലോകത്തിന് പല ഭാഗങ്ങളിൽ പല രീതിയിലുള്ള വിശ്വാസങ്ങൾ പ്രചരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളുടെ ഇന്ത്യയിൽ കുറേ അധികം മതങ്ങളുണ്ട്. അതുകൂടാതെ തന്നെ അമേരിക്കൻ ജനതകൾക്കിടയിൽ അവരുടേതായ ചില നേറ്റീവ് റിലീജിയസ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മളുടെ നാട്ടിൽ നിന്ന് വിദേശത്ത് പോയിരിക്കുന്ന ചില ആളുകൾ അവിടെ നിന്ന് തിരികെ മടങ്ങി വരുമ്പോൾ അവരുടെ വിശ്വാസപ്രകാരമുള്ള ചില സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇത് അവിടുത്തേതാണെന്ന് നമുക്ക് തരുമ്പോൾ നമ്മളത് കൈനീട്ടി വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ പിശാചിനെ വിളിച്ച് വീട്ടിൽ കയറ്റുന്നൊരു സ്വഭാവം, ഒരു പതിവുണ്ട്. നമ്മൾ പോലും അറിയുന്നില്ല അതെന്ത് മുദ്രയാണ്, അതെന്തിനാണ് ഉപയോഗിക്കുന്നത്, അതെന്താണ് കാര്യമെന്ന് നമ്മൾ പോലും തിരിച്ചറിയാതെ നമ്മളുടെ ഭവനങ്ങളിലേക്ക് വിളിച്ച് കയറ്റുകയാണ്. ഇത്തരത്തിലുള്ള സാധനങ്ങളും അലൗഡല്ല. നമ്മളുടെ കുടുംബങ്ങൾ, നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ നമ്മളുടെ അടിവേരറുക്കുന്ന ഇത്തരത്തിലുള്ള പൈശാചിക മുദ്രകൾ, അടയാളങ്ങൾ, പ്രതീകങ്ങൾ, ഇതെല്ലാം നമ്മുടെ കുടുംബത്തിൽ നിന്ന് എടുത്തു കളയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെയാണ് ആഫ്രിക്കൻ വർഷിപ്പിൽ വരുന്ന ചില ഒബ്ജക്റ്റുകൾ. അത് നമുക്ക് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കാണും. ആഫ്രിക്കയിൽ ഒരുപാട് ഗോത്രവർഗ വിഭാഗങ്ങളുണ്ട്. നമ്മുടെ നാടുകളിൽ ഇന്ന് ഒരുപാട് ട്രാവലേഴ്സ് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. ചില ആളുകൾ അവിടെ ജോലി ചെയ്യുന്നവരുണ്ട്. മടങ്ങി വരുമ്പോൾ കൈനിറച്ച് കൊണ്ടുവരുന്ന ഈ സാധനങ്ങളിൽ
ചിലതൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ച് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ നമ്മുടെ വീട്ടിലൊരു അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതൊരു നല്ല വസ്തുവാണ്, മറ്റുള്ളവർക്ക് ഇത് ആകർഷിക്കും, അവർ കാണുമ്പോൾ ഇതെന്താണെന്ന് ചോദിക്കും, ഇത് ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ്, ഇത് ആഫ്രിക്കയിൽ നിന്ന് ഞാൻ വരുത്തിച്ചതാണ് എന്നുള്ള രീതിക്കൊക്കെ പൊങ്ങച്ചം പറയാമെന്ന് കരുതി വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ ഓർത്തുകൊള്ളുക, നിങ്ങളുടെ കുടുംബത്തിൻ്റെ അടുത്ത തലമുറ നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ വേരറ്റ് വീഴുന്നത് ചിലപ്പോൾ കാണേണ്ടി വരും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള ഒരു നമ്മളുടെ വിശ്വാസവുമായി ബന്ധിപ്പിക്കാത്ത യാതൊന്നും നമ്മളുടെ ഭവനങ്ങളിൽ വിളിച്ച് വരുത്തി കയറ്റി അപകടങ്ങൾ വരുത്തി വയ്ക്കരുത്. ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം തന്നെ ഈ കാലഘട്ടത്തിൽ നടന്നുപോയത് സംഭവങ്ങളാണ്. എന്നാൽ കുറച്ചു കാലം മുമ്പ് വരെ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ, കുറച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ നിലനിന്നിരുന്ന ചില പേഗൻ മതങ്ങളുണ്ട്. അങ്ങനെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ത്യയിലാണെങ്കിലും നമ്മളുടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല രീതിയിലുള്ള പല മതങ്ങൾ നിലനിന്നിരുന്നു. അപ്പോൾ അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവർ ചില കാര്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകും. അങ്ങനെ നമ്മൾ ചിലപ്പോൾ ഒരു ട്രാവലിന് പോവുകയോ അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും നമ്മളൊരു ഭവനത്തിൽ നിന്ന് ഒരാൾ അവിടെ ജോലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിലുള്ള പഴമ ഓർമ്മിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു സാധനം നമ്മളുടെ വീട്ടിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ട്, ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ തന്നെ ഈ പുരാവസ്തു സാധനങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന ചില കടകളുണ്ട്. നമ്മൾ അവിടെ ചെന്നിട്ട് നമുക്കൊരു സാധനം കണ്ടു ഇഷ്ടപ്പെട്ടു, നമ്മൾ മേടിച്ചിട്ട് വീട്ടിൽ പോയി അതിലൊരൊറ്റ എഴുത്ത് നിനക്ക് തിരിച്ചറിയാൻ പറ്റില്ല, അതേത് ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത് നിനക്ക് മനസ്സിലാവില്ല. എന്നാൽ അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന പൈശാചിക പ്രവർത്തനങ്ങൾക്ക് ആ ഒരൊറ്റ എഴുത്തിന് നിന്റെ ഭവനത്തെയും നിന്റെ വ്യക്തി ജീവിതത്തെയും നിന്റെ മക്കളെയും നിന്റെ ജീവിത പങ്കാളിയെയും അടിപേരോട് പിഴുതെറിയാൻ പറ്റുന്ന വിധത്തിലുള്ള പല കാര്യങ്ങളും നീ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. ദയവ് ചെയ്ത് നിന്റെ ഭവനത്തിൽ ഇതൊന്നും വലിച്ചു കയറ്റി ഈ വിപത്തിന് നീ സാക്ഷിയായി തീരരുത്. 2 കൊറിന്തോസ് 4:4 ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. അതായത് സുവിശേഷം അറിയാതെ, ദൈവവചനമറിയാതെ നമ്മളിൽ പലരും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വഴുതി വീണ് കഴിഞ്ഞാൽ അതിലൊരിക്കലും അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വചനം അറിയില്ല, നമുക്ക് സുവിശേഷം അറിയില്ല, ബൈബിൾ അറിയില്ല. ഇതിനൊക്കെ വെളിച്ചം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും നീ ആ വചനം എടുത്ത് വായിക്കണം. ആ വചനത്തിൽ ഇതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നീ ഉപയോഗിക്കേണ്ടത് എന്താണ്, ഉപയോഗിക്കേണ്ടാത്തത് ഏതാണ്, നീ നടക്കേണ്ട വഴി ഏതാണ്, നീ പോകേണ്ട പാത ഏതാണ്, കൃത്യമായി അതിനകത്ത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ ഇന്നത്തെ ഈ ലോകത്തിന് പുറകെ വാല് വിട്ടതുപോലെ കടന്ന് ഓടിയാൽ നമുക്ക് തോന്നുന്ന വിധത്തിൽ ജീവിക്കാനുള്ളതല്ല ഈ ലൈഫ് എന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. ഇതിനപ്പുറത്തേക്കൊരു നിത്യതയുണ്ട്. അവിടെ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നീ ഇതെല്ലാം ഫോളോ ചെയ്തേ പറ്റൂ. നമ്മൾ പോലും അറിയാതെ ഇത്തരത്തിൽ നമ്മളുടെ കുടുംബജീവിതത്തിലോ വ്യക്തി ജീവിതത്തിലോ ഇത്തരം കാര്യങ്ങൾ കടന്നുകൂടിയാൽ അവിടെ സംഭവിക്കാൻ പോകുന്ന വിപത്ത് എന്താണെന്ന് വളരെ ചുരുക്കി പറഞ്ഞു തരാൻ കഴിയുക എന്ന് പറഞ്ഞാൽ, ഉദാഹരണം, നമ്മളിപ്പോൾ അറിയാതെ ഒരു പൈശാചിക ഒരു സാധനം നമ്മളുടെ വീട്ടിൽ വെച്ചു. നമ്മൾ പോലും അറിയാതെ ആ പൈശാചിക ആ സാധനം നമ്മളുടെ ഭവനത്തിലിരിക്കുമ്പോൾ ദൈവ സാന്നിധ്യത്തിന് കടന്നു വരാൻ നമ്മളെ സംരക്ഷിക്കുവാനും അത് വളരെയധികം ബുദ്ധിമുട്ട്. കാരണം നമുക്കിങ്ങനെ ചിന്തിക്കാം, ഇതിൻ്റെ സ്പിരിച്വൽ വശം നമുക്കെടുക്കാം. അതായത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളുടെ ഭവനത്തിൽ കടന്നു വരികയാണ്. നമ്മളുടെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ പിശാച് അവിടെ ഇരിക്കുകയാണ്. വടിയൊക്കെ പിടിച്ച് പിശാച് വളരെ സന്തോഷത്തോടെ ഇരിക്കാൻ നേരത്ത് പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവ് എങ്ങോട്ടാ? അപ്പോൾ പരിശുദ്ധാത്മാവ് പറയും, അല്ല ഇത് ഞാൻ നേരത്തെ നോ ഇതിപ്പോൾ എൻ്റെ സ്ഥലമാണ്. കാരണം അവൻ എന്നെ വിളിച്ച് കയറ്റിയതാണ്. അവൻ എന്നെ വിളിച്ചിവിടെ കയറ്റുമ്പോൾ അത് എൻ്റെ സ്ഥലമല്ലേ. നിനക്കിവിടെ വരാനും നിനക്കിവിടെ പോകാനും നിനക്ക് തോന്നിയതുപോലെ ഇവിടെ കയറി ഇറങ്ങി ജീവിക്കാൻ പറ്റത്തൊന്നുമില്ല. ഇതിപ്പോൾ എൻ്റെ സ്ഥലമാണ്, നീ മാറി തന്നേ പറ്റുള്ളൂ. ഇത്രയും നാളെ നീ ഇവിടെ ആയിരുന്നപ്പോഴത്തേക്ക് ഞാൻ നിന്നെ ബുദ്ധിമുട്ടിച്ചില്ലല്ലോ. ഇപ്പോൾ അവൻ എന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് നീ ഇവിടുന്ന് മാറി തന്നെ വരും. നോക്കിക്കേ, ദൈവത്തിൻ്റെ ആത്മാവിനെ ഇടപെടാൻ പറ്റാത്ത വിധത്തിൽ പിശാചിൻ്റെ അരൂപി കൈയടക്കി വെക്കുന്ന ഒരു സംഭവം അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. ഇനി ഈ പിശാച് പുറത്തു പോകാതെ ദൈവത്തിൻ്റെ പ്രവർത്തനം അവിടെ നടക്കുവാൻ അതിന് തടസ്സമുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ ചില മൽപ്പിടുത്തങ്ങൾ നടക്കുന്നത്. തൊടുന്ന ബിസിനസ്സുകളൊക്കെ ചിലപ്പോൾ നിന്നുപൊട്ടും. ചിലപ്പോൾ ഒരു രോഗം വന്നത് തീരുന്നതിന് മുമ്പേ മറ്റൊരു രോഗം വന്നിട്ടുണ്ടാകും. ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് വരുന്നതിന് മുമ്പ് അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. ഇതിനൊക്കെ പിന്നിൽ ചിലപ്പോൾ ഒളിഞ്ഞിരിക്കുന്ന ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ നമ്മളുടെ കണ്ണിൽ പോലും പെടാത്ത വിധത്തിൽ ചില കാര്യങ്ങൾ മറഞ്ഞിരിക്കുന്നുണ്ടാകും. എന്നാൽ നമ്മൾ തന്നെ വരുത്തി വെച്ചിട്ടുള്ളതായിരിക്കാം. ഇതൊക്കെ നമ്മളുടെ കുടുംബങ്ങളിൽ നിന്നും വ്യക്തി ജീവിതങ്ങളിലും എടുത്ത് ദൂരെ എറിഞ്ഞാൽ നമ്മളുടെ പകുതി ജീവിതം വിജയിച്ചു തുടങ്ങും. പിന്നീട് അങ്ങോട്ട് നമ്മൾ വചനം കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടിമുടി നമ്മൾ മാറ്റി തമ്പുരാൻ നമ്മളൊരു വളരെയധികം മനോഹരമായി നമ്മുടെ ജീവിതം ക്രമീകരിച്ചത്. നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം 16-17 തിരുവചനങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്. അന്യദേവന്മാരെ കൊണ്ട് അവർ അവിടുത്തെ അസൂയ പിടിപ്പിച്ചു.
നിന്നെ കർമ്മങ്ങൾ കൊണ്ട് കുപിതനാക്കി ദൈവമല്ലാത്ത ദുർദേവതകൾക്ക് അവർ ബലിയർപ്പിച്ചു. അവർ അറിയുകയോ നിങ്ങളുടെ പിതാക്കന്മാർ ഭയപ്പെടുകയോ ചെയ്തിട്ടില്ലാത്തവരും പുതുതായി പ്രത്യക്ഷപ്പെട്ടവരുമാണ് ഈ ദേവന്മാർ. അതായത് ഇത്തരത്തിലുള്ള ദേവന്മാരുടെയും ദേവിമാരുടെയൊക്കെ പ്രതീകങ്ങളിൽ നമ്മളുടെ ഭവനങ്ങളിൽ കൈയടക്കുവാൻ ശ്രമിക്കുന്ന അനേകം പൈശാചിക അരൂപികൾ ഇന്ന് ലോകത്തിൽ പല രീതിയിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട്. അത് നമ്മളുടെ ഭവനങ്ങൾ കൈകടത്തുവാനും നമ്മൾ ആശ്രയിക്കുന്ന ദൈവിക ചൈതന്യം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം നിർവീര്യമാക്കുവാൻ വിധത്തിൽ ഈ പൈശാചിക അരൂപികൾക്ക് നമ്മൾ അവസരം കൊടുക്കരുത് എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനോട് ആനുപാതികമായി നിൽക്കുന്ന മറ്റൊരു സാധനമാണ് ഡ്രീം ക്യാച്ചർ എന്ന് പറയുന്നത്. പൊതുവേ നമ്മളുടെ സമൂഹത്തിൽ ഇന്ന് വളരെയധികം പ്രചാരത്തിൽ കയറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡെക്കറേഷൻ മോഡൽ കയറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ ഡ്രീം ക്യാച്ചർ എന്ന് പറയുന്നത്. ഡ്രീം ക്യാച്ചർ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ കേരളത്തിൽ നിലനിന്നിരുന്ന ജപിച്ചുകെട്ടൽ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം പണ്ട് കാലത്ത് നമ്മളുടെ സമൂഹങ്ങളിലുണ്ടായിരുന്നു. ഇതിന് ആനുപാതികമായി നിൽക്കുന്ന അമേരിക്കയിൽ നിലനിന്നിരുന്ന എന്നാൽ ഇപ്പോൾ നിലനിൽക്കുന്നതുമായ അതിൻ്റെ സാദൃശ്യമുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഡ്രീം ക്യാച്ചർ എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം നമ്മളുടെ ഈ സമൂഹത്തിൽ പുതിയ ജനറേഷനുകളിൽ ഇത് കൈയടക്കുന്നുണ്ട്. ഡ്രീം ക്യാച്ചർ എന്ന് പറഞ്ഞ് നമ്മൾ ഈ തൂവലുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ സാധനം വളരെയധികം ഭംഗിയുള്ളതും എന്നാൽ വളരെയധികം ഇഷ്ടപ്പെടുന്നതുമായ ഒരു സമൂഹം, ഒരു ചെറുപ്പക്കാരുടെ ഒരു സമൂഹം തന്നെ ഇന്ന് ഉണ്ട്. അവരുടെ ഇടയിലേക്ക് ഇത് വളരെയധികം പ്രചരിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം എന്താണ് പലപ്പോഴും ഇവർ അന്വേഷിക്കാറ് പോലുമില്ല. ഇത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഡ്രീം ക്യാച്ചർ എന്ന് പറഞ്ഞിട്ട് അവർ അമേരിക്കയിൽ ഇത് ഉപയോഗിച്ചിരുന്നെന്ന് പറഞ്ഞു തന്നാൽ, അതായത് മോശമായ സ്വപ്നങ്ങളൊന്നും വരരുത് എന്ന് കരുതിക്കൊണ്ട് ഇത് ഉപയോഗിച്ചിരുന്നു. പക്ഷേ മോശമായ സ്വപ്നങ്ങൾ ഉണ്ടാകാനായിട്ട് ഡ്രീം ക്യാച്ചറുകളല്ല ഉപയോഗിക്കേണ്ടത്. പകരം ദൈവാശ്രയത്വമാണ് എന്നുള്ള ആ ജനത മറന്നു പോയെടുത്ത് അവരുടെ വലിയ വിശ്വാസത്തിൻ്റെ തകർച്ചയാണ് അവർ ആരംഭിച്ചത്. അപ്പോൾ ഇതൊരിക്കലും ദൈവത്തിൽ നിന്ന് ആശ്രയിക്കുന്നതിന് പകരം ഈ ഒരു സാധനത്തിലേക്കാണ് അതിൻ്റെ ആശ്രയത്വം മാറുന്നത്. ദൈവാശ്രയത്വം മാറുക എന്ന് പറഞ്ഞാൽ വളരെയധികം ചോദിക്കേണ്ട ഒരു കാര്യമാണ്. വിശ്വാസ മേഖല തകർന്നടിയുവാനും അടുത്ത കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളുടെ അടുത്തൊരു ജനറേഷൻ വിശ്വാസത്തിൻ്റെ നമ്മൾക്കുണ്ടാകുന്ന ഒരു വിശ്വാസത്തിൻ്റെ പകുതിയുടെ പകുതി ചിലപ്പോൾ ആ സമൂഹത്തിന് ഉണ്ടാകണമെന്നില്ല. നമ്മളുടെ മരണശേഷം നമ്മളുടെ തലയുടെ കീഴിൽ വന്ന് നമ്മളുടെ കുഴിമാടത്തിൽ വന്നൊരു നന്മ നിറഞ്ഞ മറിയുമേ ചൊല്ലുവാൻ പോലും ചിലപ്പോൾ അടുത്തൊരു ജനറേഷൻ ഉണ്ടാകാൻ വരില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ദൈവത്തിൽ നിന്ന് ആശ്രയത്വം മാറ്റുന്ന ഇത്തരത്തിലുള്ള സാധനങ്ങൾ, ഇതിനെക്കുറിച്ച് ഒരുപാടുണ്ട് എക്സ്പ്ലനേഷൻ പറയാനായിട്ട്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ എനിക്ക് എല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സാധനങ്ങളും നമ്മളുടെ ഭവനങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുക. 1 കൊരിന്തോസിൻ്റെ പുസ്തകം 10-ാം അധ്യായം 20-ാം തിരുവചനം, വിജാതിയർ ബലിയർപ്പിക്കുന്നത് പിശാചിനാണ്, ദൈവത്തിനല്ല എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പിശാചുക്കളുടെ പങ്കാളികളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരേ സമയം കർത്താവിൻ്റെ പാനപാത്രവും പിശാചുക്കളുടെ പാനപാത്രവും കുടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. കർത്താവിൻ്റെ മേശയിലും പിശാചുക്കളുടെ മേശയിലും ഭാഗഭാഗുക്കളാക്കുവാനും സാധിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഭവനത്തിലോ വ്യക്തിജീവിതത്തിലോ ഭരിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നെല്ലാം നിങ്ങൾ വിട്ടകലുവാൻ എത്രയും വേഗത്തിൽ ശ്രമിക്കുക. പൈശാചിക ആവാസനങ്ങൾ സംഭവിച്ചിട്ടുള്ള ഭൂതോച്ചാരണ മേഖലകൾ പരിശോധിക്കുമ്പോൾ അവരുടെ പിന്നാമ്പുറങ്ങളിൽ സംഭവിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള പല മേഖലകളും ടച്ച് ചെയ്തു പോയിട്ടുള്ള വൈദികരുടെ അനുഭവങ്ങൾ ഒരുപാട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ പിശാച് ഒരിക്കലും നേരിട്ട് വന്ന് കൊമ്പും വാലും വെച്ച് പല്ലും നീട്ടി വെച്ചിട്ടല്ല ഒരിക്കലും വരുന്നത്. പിശാചിന് ഒരു വ്യക്തിയെ ആക്രമിക്കണം എന്നുണ്ടെങ്കിൽ, ഒരു കുടുംബത്തെ ആക്രമിക്കണം എന്നുണ്ടെങ്കിൽ അവന് കുടുംബത്തിലേക്ക് കടന്നുകൂടാൻ, വ്യക്തി ജീവിതത്തിലേക്ക് കടന്നുകൂടുവാൻ ഇത്തരത്തിലുള്ള മറ്റ് മാർഗങ്ങളാണ് പിശാച് ഉപയോഗിക്കുന്നത്. നമ്മളുടെ പല കുടുംബങ്ങളിലെ മക്കൾക്കും ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു ബോധ്യം കിട്ടിയിട്ടില്ലാത്തത് കൊണ്ടാണ് ഇവർ പലപ്പോഴും വീണു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം മേഖലകൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പിശാചിന് അവൻ്റേതായ ചില രഹസ്യ മാർഗങ്ങളുണ്ട്. ഒരു കുടുംബത്തിൽ നേരിട്ട് കാണുവാനും നേരിട്ട് വരുവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവൻ മറ്റ് കുറുക്കു വഴികൾ അന്വേഷിക്കും. നമ്മളും അങ്ങനെ തന്നെയാണല്ലോ. ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഒരു മാർഗം അടഞ്ഞാൽ അവിടെ എങ്ങനെയെങ്കിലും എത്തിപ്പെട്ടേ പറ്റൂ എന്നൊരു നിർബന്ധ ബുദ്ധി ഉണ്ടെങ്കിൽ ആ ഒരു വഴി അടഞ്ഞു പോയാൽ 9 വഴികൾ നമ്മൾ പുതുതായിട്ട് അന്വേഷിച്ച് എങ്ങനെയെങ്കിലും അവിടെ എത്തിച്ചേരുവാൻ നമ്മൾ പരിശ്രമിക്കുന്നത് പോലെ തന്നെ പിശാച് നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ നാശം ആഗ്രഹിച്ച് നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമ്മളെ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചാൽ അവന് ഏത് വഴിയും നമ്മളുടെ കുടുംബത്തിലേക്കോ വ്യക്തി ജീവിതത്തിലേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ അവൻ പുതിയ വഴികൾ ആലോചിച്ചുകൊണ്ടേയിരിക്കും. മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് മന്ത്രവിദ്യയുമായി ബന്ധപ്പെട്ടതാണ്. ചില കാർഡുകൾ
അത് മന്ത്രവിദ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചില കാർഡുകൾ. ഇത് കൂടുതലായിട്ട് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് ലോകത്തെ മുഴുവൻ മുൻനിർത്തിക്കൊണ്ടാണ്. കാരണം ഇന്ന് മലയാളികൾ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മന്ത്രവിദ്യകളോട് സാമീപ്യമുള്ള അനേകം കാർഡുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാർഡ് എന്ന് പറയുന്നത് ടാരോട്ട് കാർഡ് എന്നറിയപ്പെടുന്ന ഒരു പൈശാചിക കാർഡാണ്. അതൊരിക്കലും നമ്മളുടെ കുടുംബങ്ങളിലേക്കോ വ്യക്തി ജീവിതം കടന്നു വരാത്ത വിധത്തിൽ തടയുക. രണ്ടാമത്തതെന്ന് പറയുന്നത് ഗുഡ് ലക്ക്, അതായത് ഈ ഭാഗ്യം കൊണ്ടുവരുന്ന ചില സാധനങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്ന ചില വസ്തുക്കളുണ്ട്. ഈ സാധനങ്ങൾ കയ്യിൽ വെച്ചാൽ നമുക്ക് ഭാഗ്യമുണ്ടാകും. ഈ സാധനങ്ങൾ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. അതിലൊന്നാണ് ഞാൻ പറഞ്ഞ കുബേരപ്രതിമ എന്ന് പറഞ്ഞത്. അത് കൂടാതെ ചില കാര്യങ്ങൾ നമ്മൾ കയ്യിൽ വെച്ചാൽ തന്നെ, നമ്മളിത് അണിഞ്ഞാൽ തന്നെ നമ്മുടെ കുടുംബത്തിൽ വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് പല വ്യക്തികൾ പല രീതിയിൽ, ഇന്നിപ്പോൾ നമ്മൾ ടി വികളിലൂടെ പോലും ചില പ്രൊമോഷനുകൾ കല്ലുകളുടെ പേരിൽ നടക്കുന്നുണ്ട്. ഈ കല്ലണിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഈ ഭാഗ്യക്കല്ലാണ്, ഇന്ദ്രനീലമാണ്, അങ്ങനെയുള്ള പല രീതികൾ പ്രചരിക്കുന്ന കല്ലുകൾ പോലും നമ്മൾക്കിടയിലുണ്ട്. ഇതെല്ലാം നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതും ദൈവാനുഗ്രഹത്തിലും ദൈവത്തിൽ നിന്നും നമ്മൾ അകറ്റുന്നതുമാണ്. അതുകൊണ്ടൊരിക്കലും ഇത്തരത്തിലുള്ള ഭാഗ്യ പരീക്ഷണങ്ങൾക്ക് നിൽക്കാതെ, ഇത്തരത്തിലുള്ള മന്ത്രവിദ്യകൾക്ക് അടിമപ്പെടാതെ ഇതെല്ലാം ദൂരെ എറിയുക. പിന്നെ അതിനോട് കൂടെ ചേർന്ന് വരുന്ന ചില കാര്യങ്ങളാണ് ചില നമ്പറുകൾ. അതായത് ഈ നമ്പർ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നമ്പറാണ്. ഈ നമ്പറിൽ എനിക്ക് ഒരുപാട് ലക്കുണ്ട്. 8-ാം നമ്പറിൽ എനിക്ക് ഒരുപാട് ഭാഗ്യമുള്ള 8-ാം നമ്പറാണ്. എനിക്ക് 7-ാം നമ്പറിലാണ് കൂടുതൽ ഭാഗ്യം കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നമ്പറുകളിൽ വിശ്വാസം അർപ്പിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം. പിന്നീടുള്ളത് ചില ചെയിനുകളിൽ ഭാഗ്യമുണ്ടെന്ന് പറയുന്ന ആൾക്കാർ. ഈ ചെയിൻ ഇട്ട് കഴിഞ്ഞാൽ എനിക്കൊരുപാട് ലക്കുണ്ടായിട്ടുണ്ട്, എനിക്കൊരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്, എനിക്കൊരുപാട് സമ്പത്ത് കിട്ടിയിട്ടുണ്ട്, അങ്ങനെ പറയുന്ന ഒരുപാട് പേർ. അതുപോലെ തന്നെയാണ് ചില കളറുകൾ. ഈ കളറ് ഇട്ട് ഇന്നത്തെ ദിവസം ഞാൻ ഈ കളറിലെ ഡ്രസ്സാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ എനിക്കൊരുപാട് വ്യത്യാസമുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടാകും. എനിക്ക് ചുവപ്പാണ് ഇന്നത്തെ ദിവസം ഇടുന്നതെന്നുണ്ടെങ്കിൽ, കറുപ്പാണ് ഇന്നത്തെ ദിവസം ഇടുന്നതെന്നുണ്ടെങ്കിൽ, അങ്ങനെ കളറുകളുടെ കാര്യങ്ങളിൽ അഡിക്റ്റായിപ്പോയി അതിൽ ലക്ക് കണ്ടെത്തുന്ന ചില ആളുകൾ. അങ്ങനെയുള്ള വ്യക്തികളും ഇത്തരത്തിലുള്ള വശീകരണ മന്ത്രങ്ങളിൽ അകപ്പെട്ടു പോയ ചില കുടുംബങ്ങളുണ്ട്. അതെല്ലാം ഈ പൈശാചിക മേഖലയിൽ പിശാചാക്രമിക്കുന്ന ചില മേഖലകളാണ്. അവർക്ക് ഈ ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റാൻ കഴിയുന്ന ഏത് കാര്യത്തിലും പിശാച് കൈവെക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഏത് മേഖലകളിലും നിങ്ങൾ ഉപയോഗിക്കാൻ സൂക്ഷിച്ച്. പ്രധാനമായിട്ട് 9 കല്ലുകളുള്ള ഒരു മോതിരം നമ്മളുടെ ഇടയിൽ വളരെയധികം പ്രചരിക്കുന്നുണ്ട്. ചില വ്യക്തികൾ 9 കല്ലിൻ്റെ ഒരു മോതിരം എടുത്ത് കയ്യിലിട്ടിട്ട് അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ എൻ്റെ ജിമ്മിൽ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ അവൻ അണിഞ്ഞിരുന്നത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ അതിൻ്റെ പിന്നിലുള്ള പൈശാചിക രഹസ്യമെന്ന് പറയുന്നത് നമ്മളുടെ അനുഗ്രഹങ്ങളെ തടഞ്ഞു കളയുന്ന, തച്ചുടയ്ക്കുന്ന ചില കാര്യങ്ങളാണ്. അതുകൊണ്ട് ദീർഘകാലത്തേക്ക് നമ്മൾ എന്ത് സാധനം ഈ പൈശാചിക മേഖല ഉപയോഗിച്ചാൽ നമ്മളുടെ ദൈവാനുഗ്രഹങ്ങൾ ചോർന്നു പോകുന്ന വഴി നമ്മൾ അറിയില്ല. നമ്മളൊരു പാത്രം നിറയെ വെള്ളം എടുത്താലും അതിൻ്റെ അകത്തുനിന്ന് ഒരു ചെറിയ ഹോള് മതി, പതുക്കെ ഈ അനുഗ്രഹങ്ങൾ മുഴുവൻ ചോർന്നു പോകുന്ന നമ്മൾ പോലും അറിയില്ല. ദയവ് ചെയ്ത് നിങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ള വശീകരണ മന്ത്രങ്ങൾ അകപ്പെട്ടു പോകരുത്. ഇത്തരത്തിലുള്ള ലക്കുകളിൽ ഭാഗ്യം തമ്പുരാൻ തരും. കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചാൽ അതിനപ്പുറം മഹാഭാഗ്യം വേറെന്താ ഉള്ളത്? തമ്പുരാൻ്റെ കൂടെ നിൽക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. നിൻ്റെ കൂടാരത്തിൽ 1000 വർഷമായിരിക്കുന്നതിനേക്കാളും നിൻ്റെ കൂടാരത്തിൽ ഒരു ദിവസമായിരിക്കുന്നത് ഭാഗ്യം. അതുകൊണ്ട് തന്നെ അത്തരം ദൈവത്തിലുള്ള ഭാഗ്യത്തിന് അപ്പുറത്തേക്കുള്ള ഒരു ഭാഗ്യത്തിലേക്ക് നമ്മൾ പോകാതിരിക്കുക എന്നത് ഏറ്റവും ഉചിതമായ തീരുമാനം. കഴിഞ്ഞ ദിവസം ഞാനിവിടെ ഒരു സ്റ്റോറിൽ പോയപ്പോൾ പല നിറത്തിലുള്ള സ്റ്റോണുകൾ ഞാൻ കണ്ടു. അതായത് നമ്മളുടെ കൈവളയിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പോലും അറിയാത്ത വിധത്തിൽ വല്ലാത്തൊരു ആകർഷണം തോന്നുന്ന പല നിറത്തിലുള്ള മാർബിൾ കല്ലുകളുടെ വലിയ ശേഖരം. പക്ഷേ അതിൻ്റെ പിന്നിൽ പതിച്ചിരുന്ന കുറേ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഓരോ കല്ലിനും ഓരോ പ്രത്യേകതകൾ എഴുതിയിട്ടുണ്ട്. ഈ കല്ല് ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ കൈ വെച്ചാൽ പല രീതിയിലുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു ചേരും. അത് സാമ്പത്തിക അഭിവൃദ്ധിയാകാം, ശാരീരിക സൗന്ദര്യവർദ്ധനവാകാം, പല രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ നമ്മളെ വശീകരണ മന്ത്രങ്ങളടങ്ങുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക്, മന്ത്രവിദ്യകളിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടാതെ നമ്മൾ ക്രിസ്തുവിന് സ്വന്തമാണ്, അല്ലാതെ പിശാചിനല്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാൻ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളുടെ ഭവനത്തിലോ വ്യക്തിയെ ഭരിക്കുന്നുണ്ടെങ്കിൽ എടുത്തു മാറ്റും. ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം 31-ാം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ മന്ത്രവാദികളെയും ശകുനക്കാരെയും സമീപിച്ച് അശുദ്ധരാകരുത്, ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഭാഗ്യപരീക്ഷണങ്ങളുടെ പിന്നാലെ നമ്മൾ പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ മന്ത്രവാദികളെയും ശകുനക്കാരുടെയും പിന്നാലെ പോകുന്നതിന് തുല്യമാണ്. ഒരിക്കലും നമ്മളുടെ ജീവിതത്തെ നമ്മൾ ദൈവത്തിൽ നിന്ന് മാറ്റിയിട്ട് നമ്മളുടെ വിശ്വാസം മറ്റൊരു വസ്തുവിൽ അർപ്പിക്കുകയാണ്. ദൈവത്തിലാണ് വിശ്വാസമെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുക.
മറ്റു പല കാര്യങ്ങളിലാണ് വിശ്വാസമെങ്കിൽ നീ നിൻ്റെ ബൈബിൾ എടുത്ത് മാറ്റി വെച്ചേക്കുക. നിൻ്റെ ക്രൈസ്തവ വിശ്വാസം, നീ ക്രിസ്ത്യാനി എന്ന് പറയുന്നതിൽ നിന്ന് നീ വളരെയധികം പരാജയപ്പെട്ട് കഴിഞ്ഞു. നിനക്ക് ദൈവവിശ്വാസം തീരെയില്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയ തെളിവാണ്. നീ കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് കരഞ്ഞാൽ കർത്താവ് അത് കേൾക്കില്ല. അതുകൊണ്ട് നീ എവിടെയെങ്കിലും ഒരു സ്ഥാനം ഉറപ്പിക്കുക, ഒന്നെങ്കിൽ ദൈവത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ പിശാചിൻ്റെ കൂടെ. ഇനി മറ്റൊരു വസ്തുവാണ് ഓജോ ബോർഡ് എന്ന് പറയുന്നത്. ഇതും ഒരു വൈഡ് ടോപ്പിക്കാണ്. പറ്റുമെങ്കിൽ ഇതിന് സെപ്പറേറ്റ് മറ്റൊരു വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം.